അറിയില്ല കേട്ടോ, ഒരു വിവരമില്ല. അങ്ങനെ ആരും നമ്മളെ സമീപിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല. ആരും അങ്ങനെ ഒരു ഉറപ്പും നൽകിയിട്ടുമില്ല. അല്ല, ആഗ്രഹം ഉണ്ടോ ഇല്ല എന്നുള്ള മാധ്യമങ്ങളോട് എങ്ങനെ പറയാൻ പറ്റും? ഇതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് മാധ്യമങ്ങളോട് പറയുക? അല്ല, KPC അധ്യക്ഷനായിരുന്ന നേതാവ് ശ്രീ സണ്ണി ജോസഫ് മന്ത്രിയായി, സംസ്ഥാന മന്ത്രിസഭ അംഗമായി. സ്വാഭാവികമായും അവിടെ പുതിയ അധ്യക്ഷൻ വരും. ആ അധ്യക്ഷൻ നിയമിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അതിൻ്റെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. ആ സമയത്ത് നിങ്ങളെ അറിയിക്കും. ആ മാനദണ്ഡങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. സീനിയോറിറ്റി ആണോ സീനിയോറിറ്റി അല്ലാതെയാണോ ഏതൊക്കെയാണെന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അത് ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു കാര്യം എനിക്ക് സമാനമായ ആർക്കും പറയാൻ കഴിയില്ല. സംസ്ഥാനത്ത് ശക്തമായ KPC പ്രസിഡന്റ് വേണ്ടതല്ലേ? കാരണം ഒരു ഭരണം ലഭിക്കുന്നു, 10 വർഷത്തിന് ശേഷം വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. ഇല്ല, കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിരുന്നവരെല്ലാവരും തന്നെ ശക്തന്മാരും കരുത്തന്മാരുമായിരുന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിരുന്നവർ ആരും മോശക്കാരായിരുന്നിട്ടില്ല. എല്ലാവരും ശക്തന്മാരും കരുത്തന്മാരുമായിരുന്നു. ജനപിന്തുണ ഉള്ളവരായിരുന്നു. ജനങ്ങളുടെ അംഗീകാരം പിടിച്ചു പറ്റിയവരാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാർ ഒരിക്കലും കരുത്തന്മാരല്ലാതിരുന്നിട്ടില്ല. എല്ലാവരും കരുത്തന്മാരായിരുന്നു, ജനപ്രിയ. അല്ല, MP മാരും MLA മാരും കോൺഗ്രസിൻ്റെ പദവികളെല്ലാം വന്നിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അത് മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ വിവിധ AICC അധ്യക്ഷൻ തന്നെ MP ആണ്. അതുപോലെ തന്നെ വിവിധ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ MP ആണ്, രാജ്യസഭ, ലോക്സഭ. അത് കോൺഗ്രസിനകത്തൊരു ബാറിംഗ് അല്ല. MP മാർ MLA മാർ പാർട്ടിയുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാറിംഗ് അല്ല. MP മാരും MLA മാരും ഒക്കെ കാലാകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ വിവിധ പദവികളിൽ വന്നിട്ടുണ്ട്. അതൊരു ബാറിംഗ് അല്ല. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്, ദേശീയ നേതൃത്വമാണ്. അല്ല, പലതവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ വന്നു പോയെന്ന് ആരും നിങ്ങളോട് പറഞ്ഞു? അതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയേ? അല്ല, പരിഗണന നൽകുന്നവരെല്ലാം ആകണമെന്നുണ്ടോ? അത് ഒക്കെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിപ്പോൾ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പോയതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞകാല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, വരാൻ പോകുന്ന കാലത്തെ സാധ്യതകളെക്കുറിച്ചല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞത് പറഞ്ഞിട്ട് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, കൊല്ലത്തുനിന്നാണോ ആലപ്പുഴയിൽ നിന്നാണോ അതല്ലെങ്കിൽ കാസർഗോഡ് നിന്നാണോ, ഇതെല്ലാം എൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. എൻ്റെ അധികാര പരിധിയിലുമല്ല. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസിന് ഹൈക്കമാൻഡ്. അതെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. എപ്പോൾ വേണം? അല്ല, അങ്ങനെ ഒരു ആരെങ്കിലും പറഞ്ഞോ പറയാതെയോ അധ്യക്ഷനെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദേശീയ നേതൃത്വമുണ്ട്. ആ നേതൃത്വം എല്ലാ സാധ്യതകളും പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു, മറ്റ് പദവികളിൽ നേതാക്കളെ തീരുമാനിക്കുന്നത്. ഞാനിവിടെ ക്യാമ്പല്ല, എൻ്റെ താമസവും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ബേസും കൊട്ടാരക്കരയാണ്. പിന്നെ കൊട്ടാരക്കരയുടെ തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, BJP-യുമായും CPM ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചാത്തന്നൂർ കൊട്ടാരം. അത് BJP നിഷേധിച്ചിട്ടില്ല, CPM നിഷേധിച്ചിട്ടില്ല. BJP-യുടെ ഭരിക്കുന്ന പഞ്ചായത്തിൽ BJP ഒരു ബൂത്തിൽ പോലും, നെടുവത്തൂർ പഞ്ചായത്തിലെ 8 പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു ബൂത്തിൽ പോലും BJP-യുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിട്ടില്ല.
അവിടെ വളരെ ക്ലിയറായിട്ട് LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ക്ലിയറായിട്ട് തന്നെ അവിടെ ഡീല് നടന്നിട്ടുണ്ട്. BJPയും അതോടൊപ്പം CPM ആയിട്ടുള്ള ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിജയമാണ് അവർക്കുണ്ടായത്, നേരിയ ഭൂരിപക്ഷം വിജയിച്ചത്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ടിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീഴ്ച വരുത്തിയ പാർട്ടി ഘടകങ്ങളെ പിരിച്ചുവിട്ടു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും വേണ്ടത്ര ശുഷ്കാന്തി ഉണ്ടായില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നേതാക്കന്മാർക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതെല്ലാം UDFിലും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഒറ്റയ്ക്ക് ഒരാൾക്ക് അഭിപ്രായം പറയാവുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ പാലിയത്തങ്കരയിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, അവിടെ 17 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ നടക്കുന്ന സമരം, പന്തൽ കെട്ടി CPM നടത്തുന്ന സമരം, ആ സമരം അന്യായമാണ്. അത്തരമൊരു സമരത്തിലേക്ക് CPM പോയത് തീർച്ചയായും അവർ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമായിരിക്കുകയാണ്. 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ കേസ് വേഗത്തിൽ തീർത്ത് അവിടുത്തെ 17ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങൾക്ക് അവർക്ക് അവിടെ താമസിക്കാനുള്ള അവകാശം കൊടുക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മാത്രവുമല്ല, അവിടെ കുടിയൊഴിപ്പിക്കാൻ വന്ന അതിനാവേശം കാട്ടിയ പോലീസുകാർ അവർ CPM ഭരണകാലത്ത് നിയോഗിക്കപ്പെട്ട പോലീസുകാരാണ്. ഏതു വിധേനയും അധികാരത്തിൽ വന്ന VD സതീശൻ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പോലീസ് നടത്തിയ ഒരു ശ്രമമാണ് ഒരു കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട അവിടെ ബലപ്രയോഗം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ശ്രീ VD സതീശൻ്റെ ഗവൺമെൻറ് അവിടുത്തെ പട്ടികജാതി കുടുംബങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും പുനരധിവാസം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് ഇപ്പോൾ അട്ടപ്പാടി മധു, നമുക്കറിയാം, ആദിവാസി യുവാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ്. ബാക്കി പ്രതികൾക്കെല്ലാം ജീവപര്യന്തം ശിക്ഷയും കൊടുത്തു. അപ്പോൾ 1-ാം പ്രതി എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1-ാം പ്രതി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം, പുനരന്വേഷണം നടത്തണം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ 1-ാം പ്രതി കൂടി ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ അപ്പീലിന് പോകേണ്ടതാണ്. അതോടൊപ്പം 1-2 കാര്യം, അതോടൊപ്പം നിതിൻ രാജിൻ്റെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെൻ്റൽ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലച്ചിരിക്കുകയാണ്. അത് അന്വേഷണം പുനരാരംഭിക്കണം. അതിന് ഉത്തരവാദിയായ ഡോക്ടർ റാമിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും അടിയന്തര നടപടി ഉണ്ടാകും എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.